ഹലോ, ഞാൻ ഒരു കല്യാണം കൂടാനായിട്ട് ട്രിവാൻഡ്രത്തെത്തി. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ട്രിവാൻഡ്രത്തെത്തുന്നത്. രാവിലെ തിരിച്ചാണ് കേട്ടോ, 6:45 തിരിച്ചാണ്. മുരളിയുടെ കസിൻ സിസ്റ്റേഴ്സും എല്ലാവരും കൂടെ ആയിട്ടാണ് ഞങ്ങൾ വന്നത് കേട്ടോ. അതുകൊണ്ട് നല്ല രസമായിരുന്നു ഞങ്ങളുടെ ട്രാവൽ. ഒരു മിനി ബസ്സൊക്കെ എടുത്ത് ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം ഒരുപാട് പേരുണ്ടല്ലോ. മുരളിയുടെ കസിൻ ചേച്ചിമാരും അവരുടെ ഹസ്ബൻഡ്സും എല്ലാവരും ഉണ്ടായിരുന്നു. ആരൊക്കെയാണെന്ന് ഞാൻ പറയാം. കിരേച്ചി ചേച്ചിയുടെ ഹസ്ബൻഡ് ഉണ്ണിച്ചേട്ടൻ, പാർവതി ചേച്ചിയുടെ ഹസ്ബൻഡ് ബാബുച്ചേട്ടൻ, രാധിക ചേച്ചിയുടെ ഹസ്ബൻഡും ബാബുച്ചേട്ടൻ, പിന്നെ എൻ്റെ സ്വന്തം മുരളിയുടെ ചേച്ചി. ഞാൻ എപ്പോഴും അത് ചേച്ചി എന്നാണ് പറയുന്നത്, ബാക്കി എല്ലാവരെയും പേരെടുത്ത് പറയും. മിനി ചേച്ചിയുടെ ഹസ്ബൻഡ് രാജൻ ചേട്ടൻ, അത് ഞാൻ ചേച്ചി എന്നാണ് പറയുന്നത്. ഇത്രയും പേരെല്ലാം ഉണ്ടായിരുന്നത്. ഇത്രയും പേര്. പിന്നെ ഞാനും മുരളിയേട്ടൻ. ആരെങ്കിലും വിട്ടുപോയോ? ഇല്ല, ഇത്രയും പേരാണ് വന്നത്. അച്ഛൻ വരാനിരുന്നതാണ് കേട്ടോ. അപ്പം അച്ഛൻ രാവിലെ എപ്പം വരണ്ടാന്ന് തോന്നി. അച്ഛന് എന്തോ അമ്മയെ ഒറ്റയ്ക്കാക്കിയിട്ട് വരുന്നതിൻ്റെ ടെൻഷനാണോ എന്തോ, അച്ഛനും കൂടെ വരുന്നു എന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ രാവിലെ ആയപ്പോൾ അച്ഛൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ വന്നില്ല. പിന്നെ ഇപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒരു മിനി ബസ് ഇതിലൊരു ചേച്ചി, രാധിക ചേച്ചി അറേഞ്ച് ചെയ്തിരുന്നു. അങ്ങനെ രാവിലെ വഴിയിൽ നിന്ന് AVCന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഉച്ചയ്ക്ക് കഴക്കൂട്ടം ഒരു കാർത്തിക പാർക്ക്, അവിടെ നിന്ന് ലഞ്ച് കഴിച്ചു. ഇപ്പതേ ഇവിടെ അമ്മയുടെ അടുത്തെത്തി. ചേച്ചി രാജേട്ടന് താഴെയുണ്ട്. ഞങ്ങളിപ്പം ചായ കൂടിയൊക്കെ കഴിഞ്ഞു. ബാക്കി എല്ലാവരും ഗിരി ചേച്ചിയുടെ ഫ്ലാറ്റിലോട്ട് പോയി. ട്രിവാൻഡ്രത്ത് ഗിരി ചേച്ചിക്ക് ഒരു ഫ്ലാറ്റ് ഉണ്ട്, അങ്ങോട്ട് പോയി. അപ്പോൾ ഇപ്പം മുരളിയുടെ ഒരു സെക്കൻഡ് കസിൻ ഗായത്രി ചേച്ചിയുടെ മോളുടെ റിസപ്ഷനാണ്. ഞാൻ ഒരു വർഷം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഗായത്രി ചേച്ചിയുടെ മോൻ്റെ കല്യാണത്തിന് വന്നത്. അത് കഴിഞ്ഞ ഉടനെ ആയിരുന്നു എനിക്ക് ഹിസ്റ്റക്ടമിയൊക്കെ. ഞാൻ കഴിഞ്ഞ ഹിസ്റ്റക്ടമി വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അപ്പം ഇപ്പം ഗായത്രി ചേച്ചിയുടെ മോളുടെ റിസപ്ഷനാണ്. അതിന് വന്നതാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടെ. ഇതിൽ കൂട്ടത്തിൽ എനിക്ക് ഒരു കസിൻ ചേച്ചിയും കൂടെ ഉണ്ട്, ലക്ഷ്മി ചേച്ചി. അപ്പം ലക്ഷ്മി ചേച്ചി കൊല്ലത്ത് ബാക്കി കസിൻസിൻ്റെ ഒക്കെ കൂടെ വന്നിട്ട് അവിടുന്ന് ഒരു അപ്പച്ചിയും കൂടെ കൂട്ടി ആണ് വരുന്നത്. അതുകൊണ്ടാണ് ലക്ഷ്മി ചേച്ചി കൂട്ടത്തിലില്ലായിരുന്ന. ഒരു കസിൻ ചേച്ചിയും കൂടെ ഉണ്ട്, ഡിയറസ്റ്റ് കസിൻ ചേച്ചി ലക്ഷ്മി ചേച്ചിയും കൂടെ ഉണ്ട് കേട്ടോ. ലക്ഷ്മി ചേച്ചി കൂട്ടത്തിൽ വരാഞ്ഞ അതുകൊണ്ടാണ്. ലക്ഷ്മി ചേച്ചി കൊല്ലത്തുനിന്ന് വരും, അതുകൊണ്ടാണ് ലക്ഷ്മി ചേച്ചി കൂട്ടത്തിൽ പറയാഞ്ഞത്. പിന്നെ ഞാൻ റെഡിയാവാൻ പോവാം. AC ഫാനൊന്നും ഇടാഞ്ഞാൽ നിങ്ങൾക്ക് വോയിസ് ഡിസ്റ്റർബൻസ് വരണ്ടാന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ ടൈം ഒരു ക്ലോക്ക് പോലും ഇല്ലേ, 4:30. ഞാൻ 1 മണിക്കൂർ റെഡി ആവണമെന്ന് പറഞ്ഞേക്കാണ്. എനിക്ക് റെഡി ആവാൻ വേണമെന്ന് പറഞ്ഞേക്കാം. ചേച്ചിയൊക്കെ 15 മിനിറ്റ് റെഡിയാവും. ബാക്കി മുരളിയേട്ടൻ്റെ 5 പിന്നെ 5 മിനിറ്റ് മതി. അപ്പം ഞാൻ ഇപ്പോൾ റെഡി ആവാൻ തുടങ്ങിയാൽ എനിക്ക് 5:30 റെഡി ആയി ഇറങ്ങാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് സാരി ഉടുക്കൽ, ഞാൻ പറഞ്ഞിരുന്നല്ലോ, എൻ്റെ സാരി എൻ്റെ കല്യാണത്തിൻ്റെ തലേന്ന് ഞാൻ ഉടുത്ത സാരിയാണ് സംയുക്ത വർമ്മയുടെ കല്യാണ സാരി. ഇത് സംയുക്ത വർമ്മയുടെ കല്യാണത്തിൻ്റെ വീഡിയോ കണ്ട് തൃശ്ശൂർ ഒരു കടയിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യിച്ച സാരിയാണ് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കുമ്പോൾ കാണിക്കാം. ഇപ്പം ഞാൻ വേഗം പോയി മേലെ ഇട്ട് വരട്ടെ. ഫേസ് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ ഇട്ട് ഫേസ് ഒന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പേർപ്പിളിൻ്റെ ഒരു 24 കാരറ്റ് ഗോൾഡ് ഓയിൽ അപ്ലൈ ചെയ്തു. അത് ഈവനിങ് ഫംഗ്ഷൻ ആയതുകൊണ്ടാണ്, ഒരു ഷൈനി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് അപ്ലൈ ചെയ്തത്. അത് കഴിഞ്ഞ് മാമാ എർത്തിൻ്റെ ഒരു ലൂമിനസ് ഫേസ് ക്രീം അപ്ലൈ ചെയ്തു. അത് ജസ്റ്റ് നോസിലും ചീക്സിൻ്റെ 2 സൈഡിലുമായിട്ടാണ് ചെയ്തത്. അതും ഈ ഒരു ഷൈനി ലൂമിനസ് എഫക്റ്റിന് വേണ്ടി. പിന്നെ കൺസീലർ വെച്ചിട്ട് കണ്ണിൻ്റെ അടിവശവും ഉൾവശവും ആ നോസിൻ്റെ സൈഡ് വശവും ഒന്ന് കൺസീൽ ചെയ്തു. പിന്നെ ഒന്ന് ബ്രോൺസർ വെച്ചിട്ട് ആ ഫേസിൻ്റെ അടിവശവും ചീക്സിൻ്റെ സൈഡ് ഭാഗവും ആ മുഖം ഒന്ന് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ബ്രോൺസ് അതൊന്ന് ചെയ്തു. പിന്നെ ഞാൻ ഐബ്രോസ് ഒന്ന് ഡിഫൈൻ ചെയ്തു. ഐബ്രോ പെൻസിൽ വെച്ചിട്ട് അത് ഐബ്രോസ് ഒന്ന് ഡിഫൈൻ ചെയ്തു. പിന്നെ കണ്ണെഴുതി, യൂഷ്വലി ചെയ്തതുപോലെ തന്നെ ഞാൻ കണ്ണെഴുതി. പിന്നെ ഇത് ഒരുമാതിരി അതൊക്കെ ചെയ്തു. മസ്കാര ഇട്ടത് വിട്ടുപോയെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ മുടിയൊക്കെ ചെയ്ത് ഒന്ന് ഉണ്ടക്കെട്ട് കെട്ടാനാണ് പ്ലാൻ ചെയ്തത്. പൂ അമ്മ വെച്ച് തന്നു കേട്ടോ. ഇത്രയൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ ലിപ്സ്റ്റിക് ഇട്ടു. ലിപ്സ്റ്റിക് ഞാൻ എപ്പോഴും മാമാ എർത്തിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഇടുന്നത്. ചേച്ചിയും മുരളിയേട്ടനും എല്ലാം ഇവിടെ റെഡിയായി നിൽക്കുക കേട്ടോ. എന്നെ വെയിറ്റ് ചെയ്ത് 1/2 മണിക്കൂറായിട്ട് ഇവിടെ 2 പേര് 3 പേര് നിൽക്കുക കേട്ടോ. ഞാൻ 1 മണിക്കൂർ എടുത്ത് റെഡിയാവാൻ. ചേച്ചിയുടെ ഡ്രസ്സ് കാണിക്കാം. മുരളിയെന്നെ കാണിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ചേച്ചിയുടെ സുന്ദരിയായി നിൽക്കുന്നു. ചേച്ചി 1/2 മണിക്കൂറായില്ലേ റെഡിയായിട്ട്? 3/4 മണിക്കൂറായി റെഡിയായിട്ട്. വീഡിയോ എടുക്കാറായപ്പോൾ ഇപ്പൊ ഇത്ര നേരം ചേച്ചി ടെൻഷൻ അടിച്ച് വെപ്രാളപ്പെട്ടിരിക്കുന്നു. അതെ റെഡി. അതെ, രാജേട്ടൻ 5 മിനിറ്റ് കൊണ്ട് റെഡി ആയിട്ട് ഇങ്ങനെ വരും. ഷർട്ട് കൊള്ളാം. പക്ഷെ രാജേട്ടൻ ആണല്ലേ? ഓ ഷിട്ടപ്പോ കൊള്ളാം. മാച്ചിങ് ആണ്. ബോർഡർ. ചേച്ചിയുടെ സാരി പുതിയതാണോ? അന്ന് പറഞ്ഞല്ലേ അയ്യപ്പന്റെ കല്യാണത്തിന് ഇട്ടത്. ചെങ്ങന്നൂരല്ല മുരളിയുടെ ഷർട്ട് മേടിക്കാൻ ഇറങ്ങിയതാണോ?
റിസപ്ഷൻ എത്തി. 6:30 ആയപ്പോൾ ഇവിടെ എത്തി. മന്ദം മന്ദം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതപ്പോ എനിക്ക് വേണ്ടേ? ഒരെണ്ണമാണോ? എന്ത്? ചിക്കൻ ഒരു 2 കഷ്ണം, ചെറിയ കഷ്ണം മതി. രണ്ടും കൂടെ മിക്സ് ആക്കി രണ്ടും കൂടെ ഒരുമിച്ച് കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി. കൊറേ അല്ല, രാവിലെ മുതൽ തിന്ന് ഏതായാലും ഒരു പരുവായിട്ടുണ്ട്. രാവിലെ അപ്പം മുതൽ തുടങ്ങി ഉച്ചയ്ക്ക് പൊറോട്ട, ഇവിടെ വന്നപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ഉഴുന്നോട, അത് കഴിഞ്ഞിപ്പോൾ ഇലയട, അപ്പം, മുട്ട, ചിക്കൻ, പൂരി, ദോശ. മുള്ളിയുടെ ദോശ കഴിച്ചു. ഡെസേർട്ട്. ശ്വാസം വിടാൻ വയ്യ ചുരുക്കത്തിൽ. ഞാൻ രാത്രിയിൽ അധികം കഴിക്കാറേ ഇല്ല. മുരളിനോട് രാത്രി കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഇവിടുന്ന് കൊണ്ടുപോയത്. പക്ഷെ കണ്ടപ്പോൾ ഇച്ചിരിയൊക്കെ എടുത്ത് ഞാൻ ഒരു മുട്ട, പിന്നെ ഒരു പൂരി, കുറച്ച് ചെന, ഡെസേർട്ട് ഞാൻ ഒന്നും എടുത്തില്ല. മുരളിയുടെ പോയി ദോശ എടുത്തു, ഡെസേർട്ട് എടുത്തു. ഡെസേർട്ട് എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വാ നിങ്ങൾ കണ്ടല്ലോ, ഒരു വാ. അതെനിക്ക് കൊതി വന്ന ബീട്രൂട്ട് ഹൽവയും ഐസ്ക്രീമും നല്ല കോമ്പിനേഷൻ ആണെന്ന് തോന്നുന്നു അല്ലേ? ഞാനത് ഉണ്ടാക്കാം ബീട്രൂട്ട് ഹൽവ. ഞാൻ തൽക്കാലത്തേക്ക് സംസാരം നിർത്തി. അവിടെ നിന്ന് ഒരാൾ നല്ല ടേസ്റ്റ് ആണെന്ന് പറയുന്നത്. വയറ് 5 വരെ ഉണ്ട്, അതുകൊണ്ട് അധികം സംസാരിക്കാൻ വയ്യ. ഷുഗർ ഉള്ള ആള് ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ ബീട്രൂട്ട് പുഡിംഗ് ഒക്കെ, പക്ഷേ ബീട്രൂട്ട് ഹൽവയൊക്കെ എടുത്ത് കഴിച്ചോണ്ടിരിക്കുന്നത്. എന്നിട്ട് പറയാം വല്ലപ്പോഴും അല്ല. ഞാൻ നോക്കുമ്പോ അമ്മ വല്ലപ്പോഴും എപ്പോഴും കഴിച്ചോണ്ടിരിക്കുന്നതാണ്. ബീട്രൂട്ട് ഹൽവ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു അറിയാവോ? ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ബീട്രൂട്ട് ഹൽവ. നാളെ അമ്മയുടെ ബർത്ത്ഡേക്ക് അമ്മ എന്താ പരിപാടി? ബർത്ത്ഡേക്ക് രമയാണ് ഇവിടെ തീരുമാനങ്ങളെല്ലാം തീരുമാനിച്ചിരിക്കുന്നത്. എന്തോ തീരുമാനിച്ചേക്കുന്നത്? ഞാൻ അറിഞ്ഞില്ല തീരുമാനം. ഒന്നുമില്ല, രാവിലെ രമ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. എന്താ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ്? അല്ല, അമ്മ പറഞ്ഞു ബർത്ത്ഡേക്ക് രമചേച്ചിയാണ് എല്ലാം തീരുമാനിച്ചതെന്ന് പറഞ്ഞു. ഞാൻ അറിഞ്ഞില്ല തീരുമാനം, അതുകൊണ്ടാ ചോദിച്ചേ. എനിക്ക് പായസം ഒന്നും വേണ്ട. നാളെ പായസം ഒന്നും എനിക്ക് വേണ്ട. സ്റ്റാഫിന് വേണ്ടി. എന്നിട്ട് ചുമ്മാ എന്റെ പേരങ്ങ് പറഞ്ഞേക്കാണ്. അമ്മയ്ക്ക് കടയിലെ സ്റ്റാഫിനൊക്കെ കൊടുക്കാനായിട്ട് ചുമ്മാ മോക്ക് കടലപ്പായസം ഇഷ്ടം. ഇവിടെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് സ്റ്റാഫിന് ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കും. എന്നിട്ട് മോളുടെ പേരങ്ങ് പറയാ എനിക്ക് കടലപ്പായസം ഇഷ്ടമേ അല്ല. എനിക്ക് പായസേ വേണ്ട, ചുമ്മാ പറഞ്ഞേക്ക മോളുടെ പേര്. എനിക്ക് കടലപ്പായസം ഇഷ്ടമേ അല്ല. കുഴപ്പമില്ല, അമ്മ ഉണ്ടാക്കിക്കോ സ്റ്റാഫിന്, അത് സാരമില്ല. പിന്നെ വേറെന്താ പരിപാടി ബർത്ത്ഡേക്ക്? ശരി, അപ്പൊ നമുക്ക് നാളെ തീരുമാനിക്കാം ബർത്ത്ഡേയുടെ പരിപാടി. ശരി. പിന്നെ വേറൊന്നുമില്ല. അപ്പം കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു? കല്യാണം നല്ല കല്യാണമായിരുന്നു. ഈ സാരി ഞാൻ ഉടുക്കാനായിട്ട് ഭയങ്കരമായിട്ട് പാടുപെട്ടു. ആദ്യം ഞാൻ ഇത് സിംഗിൾ പ്ലീറ്റ്സ് ആക്കണ്ട, പ്ലീറ്റ് ചെയ്യാന്നാണ് വെച്ചത്. പക്ഷേ എനിക്ക് പ്ലീറ്റ് എടുക്കാനേ പറ്റുന്നില്ല. ഇത് ആരെങ്കിലും കൊണ്ട് ഉടുപ്പിച്ചാലേ ശരിക്കും നന്നായിട്ട് ഇരിക്കത്തുണ്ടായിരുന്നുള്ളൂ. ഒന്ന് കുറച്ചുകൂടെ ഒക്കെ ഒതുങ്ങിയിരിക്കണമെങ്കിൽ ആരെങ്കിലും കൊണ്ട് ഉടുപ്പിക്കണമായിരുന്നു. നല്ല കട്ടി, ഒരു പിൻ പോലും കുത്താൻ പറ്റുന്നില്ലായിരുന്നു. നല്ല നല്ല പട്ടായതുകൊണ്ട് നല്ല സോഫ്റ്റ് സിൽക്കല്ല, ഇപ്പോഴൊക്കെ കിട്ടുന്നത് നല്ല സോഫ്റ്റ് സിൽക്കല്ലേ, അങ്ങനെ സോഫ്റ്റ് സിൽക്കല്ല, നല്ല കട്ടിയുള്ള പട്ടുസാരിയാണ്. ഉടുക്കാൻ നന്നേ പാടുപെട്ടു. ഞാൻ മറ്റേ ഹെയർ സ്ട്രെയിറ്റ്നറൊക്കെ എടുത്തിരുന്നു ഒന്ന് പ്ലീറ്റൊക്കെ സ്ട്രെയിറ്റൻ ചെയ്യാനായിട്ട്, ഇവിടുത്തെ മുകളിലത്തെ പ്ലീറ്റൊക്കെ എടുത്തിട്ട്. പക്ഷെ എനിക്ക് ആ പ്ലീറ്റ് നേരെ എടുക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ഫേസ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞപ്പോഴേ പിന്നെ എനിക്കൊരു 15 മിനിറ്റ് സാരി ഉടുക്കാൻ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ താഴത്തെ പ്ലീറ്റ്സ് ഞാൻ എടുത്തിട്ട് മുരളിയെ കൊണ്ട് ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്യിച്ചു സ്ട്രെയിറ്റ്നർ വെച്ചിട്ട്. പക്ഷേ ഇവിടെ എനിക്ക് ഇങ്ങനെ അഴിച്ചിടാനേ പറ്റുള്ളൂ, സിംഗിൾ പ്ലീറ്റ്സ് എടുക്കാനേ പറ്റുള്ളൂ. അങ്ങനെ
അപ്പോൾ ഒരു വിധമൊക്കെ കൊടുത്തു. എനിക്ക് ഇവിടെ ഒന്നും പിൻകുത്താനേ പറ്റത്തില്ല. താഴത്തെ പ്ലേറ്റ് ഞാൻ ആകെ 2-3 പിന്നാണ് മൊത്തം കുത്തിയത്. കാരണം ഒരിടത്തും ഒരു പിൻ പോലും കയറുന്നില്ല. നല്ല പുതിയ വലിയ പിന്നാണ് കൊണ്ടുവന്നത്, അത് തന്നെ കയറുന്നില്ല, അത്രയ്ക്ക് കട്ടി. അല്ലെങ്കിൽ കൊണ്ട് ഒളിപ്പിച്ചിരുന്നെങ്കിൽ ശരിയായേനെ കുറച്ചുകൂടെ. അപ്പോൾ മനസ്സിലായി ഇത്രയും വലിയ സാരിയൊക്കെ ഒറ്റക്കൊടുക്കാൻ കുറച്ച് പാടാണെന്ന്. അപ്പോൾ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം ഞാൻ അത്ര വൃത്തിയായിട്ട് കൊടുത്തിട്ടില്ല. ബ്ലൗസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണം കേട്ടോ. ബ്ലൗസ് ഞാൻ പുതിയതായിട്ട് സ്റ്റിച്ച് ചെയ്യിച്ചാണ്, കാരണം അന്നത്തെ ബ്ലൗസ് ഒന്നും അല്ല. ഞാൻ ഷോർട്സിലിടാം കേട്ടോ. ബ്ലൗസിൻ്റെ ബാക്കിലെ കഴുത്തൊക്കെ ഞാൻ പുതിയൊരു പുതിയ മോഡൽ സ്റ്റിച്ച് ചെയ്യിച്ചാണ് ഞാൻ ഷോർട്സിൽ മുരളിനെ കൊണ്ട് എടുപ്പിക്കുക എൻ്റെ ബാക്ക്. ഇപ്പം ഇങ്ങനെ എനിക്ക് ബാക്ക് കാണിക്കാൻ പറ്റത്തില്ല. ശരി, ബായ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നെക്സ്റ്റ് വീഡിയോ അമ്മയുടെ ബർത്ത്ഡേ വ്ളോഗായിരിക്കും കേട്ടോ. നാളെയാണ് അമ്മയുടെ ബർത്ത്ഡേ. ടാറ്റാ ടാറ്റ പറ. ബൈ 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 ബൈ. ഒട്ടും സംസാരിക്കാൻ വയ്യ. കഷ്ടപ്പെട്ട് ഡ്രസ്സൊക്കെ മാറ്റി ഷോർട്സ് ഒരു സ്ഥലത്ത് ഇരുന്നാ പോരെ. ഞാൻ ഓടി നടക്കണ്ടല്ലോ. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്.